ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം തന്നെ എല്ലാവരും കൂടെ എന്നെ തെറി വിളിക്കാനൊക്കെ വേണ്ടിയായിരിക്കും വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. നീ എന്താടാ ക്യാപ്ഷനിൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് കുറേ അധികം പേര് ഇന്നലെ നസ്രിയ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം നസ്രിയയുടെ ആ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞാനായിട്ട് കുത്തിപ്പൊക്കിയതൊന്നുമല്ല. എന്നെ തെറി വിളിക്കാനൊക്കെ വന്നവർ ജസ്റ്റ് അതുമാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് നസ്രിയ എന്ത് ചെയ്യുന്നത്, എനിക്കൊരു പോസ്റ്റ് ഇടുന്നത്. താൻ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായിട്ട് എന്തോ പറയുക ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഒന്നിനും തനിക്കിപ്പം വയ്യ, അതുകൊണ്ട് തന്നെ കുറേയധികം സിനിമയുടെ പ്രൊമോഷനൊന്നും വരാൻ പറ്റിയിട്ടില്ല, സക്സസ് ആയിട്ടുള്ള സൂക്ഷ്മദർശിനി അതിൻ്റെ സക്സസ് മീറ്റിനോ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല, ഫ്രണ്ട്സ് വിളിച്ച് എടുക്കുന്നില്ല, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നതിന് ശേഷം അതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം അമ്മാവന്മാരൊക്കെ വന്നങ്ങ് തുടങ്ങി. ഇതെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടി അബോർഷൻ ചെയ്തു അതിൻ്റെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. പിന്നെ കുറേയധികം പേര് ഫഹദിന് ഇങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടല്ലോ, ഫഹദിനെ കുറ്റം പറയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഭാര്യയൊക്കെ, അതായത് കുട്ടിയൊക്കെ വേണ്ട എന്ന് പറഞ്ഞൊക്കെ നടക്കുന്നില്ല, അതല്ലേ കാരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ പേര്. ബാക്കി ചിലരാണെങ്കിൽ അത് നേരെ തിരിച്ച് ഭയങ്കരമായിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഫഹദ് ഇത് കണക്ക് കൊച്ചിനെയൊക്കെ ആവശ്യമുണ്ട്, പക്ഷേ നസ്രിയയ്ക്കാണ് ആവശ്യമില്ലാത്തത്, അവർ ഡിവോഴ്സ് ആവാൻ പോകും, ഇതാണ് മെയിനായിട്ടുള്ള കാരണം. ഞങ്ങൾക്കെല്ലാം അറിയാം, കാരണം അവർക്കെല്ലാം അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചാണല്ലോ, ഒരു വീട്ടിലാണല്ലോ താമസിക്കുന്നത്. എന്നത്തെ രീതിയിലാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം കമൻറ്റ്സ് കാണുന്നത്. ഇങ്ങനത്തെ റിയൽ ആയിട്ടുള്ളൊരു കാര്യം, ഇവർ ഡിവോഴ്സ് ആവാൻ പോകുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ഒരു പോസ്റ്റ് തന്നെ നോക്കിയാൽ തന്നെ പോസ്റ്റ് മേളിൽ തന്നെ ഇങ്ങനെ വെണ്ടയ്ക്കാശുപത്രി എഴുതി വെച്ചിട്ടുണ്ട് നസ്രിയ ഫഹദ് എന്ന്. അതിനർത്ഥം അവർ ഡിവോഴ്സോ ഒന്നും തന്നെയല്ല, വേറെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ കാര്യമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ സിനിമയുടെ ഭാഗമായിട്ട് ആ സമയത്ത് പറയുമായിരിക്കും. ഇതൊന്നും അറിയാതെ ചില അമ്മാവന്മാരും കുറേ പേരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കറിയാം കാരണം, ഞങ്ങൾ പറയുന്നതാണ് റൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ അബോർഷനായി, ഡിവോഴ്സാണ്, ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ കുട്ടി വേണ്ട എന്ന് പറയുന്നതാണ്, ഫഹദിന് വേണം, നസ്രിയയ്ക്ക് വേണ്ട, ഇതുകൊണ്ടാണ് ഡിവോഴ്സ് ആവുന്നത്, എന്തോ അവരാണ് വക്കീലെന്ന രീതിയിലാണ് സംസാരം. എന്തായാലും അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ സ്ഥിരീകരിച്ചതോ ഒന്നും തന്നെ ഇല്ല റിയലായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞത്. അതുപോലെ പോസ്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നസ്രിയ ഫഹദ്. അപ്പോൾ അതിനർത്ഥം ഡിവോഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, വേറെ ഇനിയും ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും ആയിരിക്കാം ഉദ്ദേശിച്ചത്. അതെന്തായാലും ചിലപ്പം പറയുമായിരിക്കും. അങ്ങനെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അല്ലാതെ അവർ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്.